ഹലോ ഫ്രണ്ട്സ്, അനുദയമാണ്. ഞാൻ എൻ്റെ മറ്റൊരു യാത്രയിലുള്ള ഒരു വലിയ സംഭവം പറയാൻ തന്നെയാണ് ഇന്ന് ഈ വോയിസ് ഇടുന്നത്. ഫിഫ വേൾഡ് കപ്പൊക്കെ നടക്കുകയാണ്. എല്ലാവരും അതിൻ്റെ തിരക്കിലായിരിക്കും. നമുക്കറിയാം, നമ്മുടെ രാജ്യം അതിനകത്ത് ഒരു പങ്കാളി അല്ലെങ്കിൽ കൂടി എല്ലാവരും നമ്മൾ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ രാജ്യങ്ങളെ സ്നേഹിക്കുകയും അവിടുത്തെ കളിക്കാരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടിയിട്ട് വലിയ വലിയ ഫ്ലെക്സുകളും കട്ടൗട്ടുകളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ സ്ഥാപിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ രാജ്യത്തെ അല്ലാതെ മറ്റുള്ള രാജ്യങ്ങളെയും മറ്റുള്ള കളിക്കാരെയും ഒക്കെ സ്നേഹിക്കാൻ അറിയാം, മറ്റുള്ള രാജ്യക്കാരെയൊക്കെ സ്നേഹിക്കാൻ അറിയാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ഒരു യാത്രയിലുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ഇവിടെ വന്നിട്ട് 11 മാസമായി. അപ്പോൾ എൻ്റെ അണ്ണൻ ഇവിടുത്തെ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ഇൻസ്ട്രക്ടർ ആയതുകൊണ്ട് തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ്, അതായത് എമറേറ്റ്സ് ഐ ഡി കിട്ടിയപ്പോൾ തന്നെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ലൈസൻസ് എനിക്ക് സ്വന്തമാക്കാൻ പറ്റി. എന്നാൽ തന്നെയും വണ്ടി എടുക്കാനുള്ളൊരു സാമ്പത്തിക ശേഷി ഇപ്പോൾ ഇല്ല. അതുകൊണ്ട് അത് പിന്നീടത്തേക്ക് മാറ്റി വെച്ചേക്കാം. അപ്പോൾ എൻ്റെ എല്ലാ യാത്രകളും കൂടെ ബസ്സിൽ തന്നെയായിരുന്നു. ഇവിടുത്തെ നിൽക്കുന്ന ആൾക്കാർക്കറിയാം, 95 ദിർഹം കൊടുത്താൽ മന്ത്ലി ബസ് പാസ് കിട്ടും. അതിൽ കയറിയാൽ നമുക്ക് ഈ അബുദാബി സിറ്റിക്കുള്ളിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അപ്പോൾ ഞാൻ വന്ന സമയത്ത് എനിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയം കിട്ടിയപ്പോഴെല്ലാം ഞാൻ ഈ ബസ്സിൽ കയറി അതിന് അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തും ഒക്കെ ഈ ബസ്സിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന എൻ്റെ സ്ഥിരം പരിപാടി. കാരണം എനിക്ക് ഒരുപാട് അബുദാബി കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി അതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ ഓഫീസിന് പോകുന്നത് ഇവിടുന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ ഉള്ളെങ്കിലും ഈ മന്ത്ലി ബസ് പാസ് ഉള്ളതുകൊണ്ട് ഞാൻ ബസ്സിലാണ് സ്ഥിരം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ റൂമിന് തൊട്ടടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബസ്സുണ്ട്. അവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബസ്സുണ്ട്. അപ്പോൾ അതിനകത്ത് തിരക്കുണ്ടാവില്ല. ഞാൻ രാവിലെ ചെല്ലുമ്പോൾ കറക്റ്റ് എനിക്ക് ടൈമിംഗ് ആണ്. ഞാൻ അതിലാണ് കൂടുതൽ ദിവസം പോകുന്നത്. അപ്പോൾ ഫസ്റ്റിലെ ബസ്സിനുള്ളിൽ കയറുന്നത് തന്നെ ഞാനായിരിക്കും. അപ്പോൾ ഞാൻ കയറി നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഒരു ദിവസം എത്തുമ്പോൾ അവിടെ നിന്ന് കാല് വയ്യാത്ത ഒരാൾ കയറി. ഈ കാല് വയ്യാത്ത ഒരാൾ കയറുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ അപ്പുറത്തെ സീറ്റിലേക്ക് മാറിയിരുന്നു. കാരണം പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പുറത്തേക്ക് മാറിയിരിക്കും, എനിക്ക് സൈഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് ഞാൻ അടുത്ത സീറ്റിലേക്ക് മാറിയിരുന്നു. അടുത്ത ദിവസവും ഇതുപോലെ ഈ പുള്ളി വണ്ടിയിൽ കയറുന്ന കണ്ടപ്പോൾ തന്നെ ഞാൻ അപ്പുറത്തെ സീറ്റിലേക്ക് മാറി. അപ്പോൾ പുള്ളി പറഞ്ഞു, മാറേണ്ട ആവശ്യമില്ല, നിങ്ങളങ്ങോട്ട് നീങ്ങിയിരുന്നാലും മതി, നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് സൈഡ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, എനിക്ക് തൊട്ടപ്പുറത്താണ് ഇറങ്ങാനുള്ളത്, ബാക്കിൽ സീറ്റെല്ലാം ഉണ്ടല്ലോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അടുത്ത ദിവസം കയറിയപ്പോൾ ഞാനിതുപോലെ മാറിയിരുന്നപ്പോൾ പുള്ളി എന്നെ നോക്കി ചിരിച്ചു, ഞാനും ചിരിച്ചു, ഹായ് പറഞ്ഞു. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി നിന്നിട്ട് പുള്ളിയുടെ പേര് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ പുള്ളിയുടെ പേര് അഹമ്മദ് എന്നാണ്, പാകിസ്ഥാനിലാണ് സ്ഥലം. ഇവിടെ ഒരു ആക്സിഡൻറ്റിൽ കാലിന് പ്രശ്നം പറ്റിയതാണ്. തൊട്ടടുത്തൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. 2-3 സ്റ്റോപ്പുകൾക്കപ്പുറം പുള്ളി ഇറങ്ങും. പക്ഷേ പുള്ളിക്ക് കാലിന് സുഖമില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് സീറ്റിൽ ഈ ഒരു സൈഡിൽ കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്ക് ഇരിക്കണം, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസവും കയറിയപ്പോഴത്തേനും ഞാൻ വീണ്ടും പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ശത്രുതയാണെങ്കിൽ കൂടി നമുക്ക് ഈ രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല അല്ലേ. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഇട്ടത്. പിന്നെ ഒരാഴ്ച എനിക്ക് ആ ബസ് മിസ്സായി. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വണ്ടിക്കകത്ത് കയറിയപ്പോൾ പുള്ളി വളരെ ക്യൂരിയസ് ആയിട്ട് എന്നെ ചോദിച്ചു, നാട്ടിൽ പോയിരുന്നോ, ഒരാഴ്ചയായിട്ട് കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു എന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബസ് മിസ്സായി, അടുത്ത ബസ്സിൽ പോയാലും എനിക്ക് ടൈമിങ്ങിന് എത്താൻ പറ്റും, അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു, ഞാൻ മിസ്സായെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പിന്നെ എന്നോട് പറഞ്ഞു, ഞാൻ അടുത്ത റമദാനിൽ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ്, ഞാൻ പിന്നെ ഒരു 12 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയെ കാണാതെ ഞാൻ വിഷമിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാകണം പുള്ളി നേരത്തെ മുൻകൂട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ സൗഹൃദം ആ ഒരു ലെവലിൽ അങ്ങനെ പോയി അവിടെ. ഇപ്പോൾ ഞാൻ ജോലിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല, ഇനി എപ്പോഴും കാണുമായിരിക്കും ആ സുഹൃത്തിനെ. അപ്പോൾ നമ്മൾ പറയുന്നത്, ഇപ്പോൾ ഈ രാജ്യത്ത് നമ്മൾ വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഏത് രാജ്യത്തുള്ള ആൾക്കാരായിക്കോട്ടെ, സിറിയ ആയിക്കോട്ടെ, ഈജിപ്ഷ്യൻ ആയിക്കോട്ടെ, ഫിലിപ്പീൻസ് ആയിക്കോട്ടെ, മൊറോക്കോ ആയിക്കോട്ടെ, എത്യോപ്യ ആയിക്കോട്ടെ, ഏത് രാജ്യമായാലും നമ്മളവരെ സ്നേഹിച്ച് നിന്നാൽ മാത്രമേ നമ്മളെന്തിനാണ് ഇവിടെ വന്നത്, നമ്മൾ പൈസ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കാനായിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ ശത്രുത കാര്യങ്ങൾ മനോഭാവങ്ങളൊന്നും കാണിച്ചിട്ട് കാര്യം, അങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ട് ഇവിടെ ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താ, ശരിയല്ലേ? എൻ്റെ ഓഫീസിൽ തന്നെ 70ഓളം പേരുണ്ടായിരുന്നു. പല പല രാജ്യക്കാരുമുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് പോയി അവരുടെ അടുത്ത് സംസാരിക്കും. നമ്മൾ അവരെയും സഹായിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ തിരിച്ചും സഹായിക്കും അല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ വന്ന ഉദ്ദേശം മനസ്സിലാക്കി നമ്മളിവിടെ വിവേചനത്തോടെ നിൽക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വലിയ കാര്യവുമായി വീണ്ടും കാണാം.